തുടങ്ങുക. നമ്മുടെ ടോപ്പിക്ക് പെപ്റ്റിക് അൾസർ ആണ്. അപ്പം പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പം രണ്ടെണ്ണം വരും, ഗ്യാസ്ട്രിക് അൾസർ ആൻഡ് ഡിയോഡിനൽ അൾസർ. അപ്പം അതിനു മുന്നേ നമുക്ക് അനാറ്റമി ഫിസിയോളജി അറിയണം, കാരണം ട്രീറ്റ്മെന്റ് അപ്പം നമുക്ക് ഈസി ആവും. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ഹലോ കേൾക്കുന്നോ? കേക്കാം. മോളാണേ. മൂളുന്നുണ്ട്, നീ കേക്കുന്നില്ല. അപ്പം സ്റ്റൊമക്കിന്റെ അനാറ്റമിക്കൽ പൊസിഷൻ നമ്മുടെ മനസ്സിലോട്ട് എപ്പോഴും വരുന്നത് എപ്പിഗാസ്ട്രിക് റീജിയനിലാ സ്റ്റൊമക്ക് എന്ന്. പക്ഷെ ആക്ച്വലി അത് പ്രോപ്പർ എപ്പിഗാസ്ട്രിയത്തിലല്ല. എപ്പിഗാസ്ട്രിയത്തില് പിന്നെ ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയത്തില് അംബിലിക്കൽ റീജിയനിലായിട്ടാണ് സ്റ്റൊമക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഈ സ്റ്റൊമക്കിന്റെ ഇവിടുന്ന് ഇങ്ങനെയാണ് ഡിയോഡിനം അറൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം കിടക്കുന്നത് എപ്പിഗാസ്ട്രിയത്തിലായിരിക്കും. എപ്പിഗാസ്ട്രിയവും അംബിലിക്കൽ റീജിയന്റെ അവിടെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ടാണ് ഡിയോഡിനൽ അൾസർ വന്നാലും ഗ്യാസ്ട്രിക് അൾസർ വന്നാലും നമുക്ക് എപ്പിഗാസ്ട്രിക് റീജിയനിൽ പെയിൻ വരുന്നത്. ഇനി ഇതെല്ലാവർക്കും അറിയാവുന്നയാ ഇതിന്റെ പാർട്സ്. ഇപ്പം സ്റ്റൊമക്ക് എടുക്കുമ്പോൾ അതിനൊരു കാർഡിയാക് റീജിയൻ ഉണ്ട്, പിന്നെ ഒരു പൈലോറിക് എൻഡ് ഉണ്ട്. കാർഡിയാക് നോച്ച് എന്ന് പറയുന്നത് ഈസോഫാഗസ് തീരുന്നിടവും സ്റ്റൊമക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷന്. അപ്പൊ അതുപോലെ പൈലോറിക് എൻഡ് എന്ന് പറയുന്നത് സ്റ്റൊമക്ക് തീരുന്നിടത്തും ഡിയോഡിനം തുടങ്ങുന്നിടത്തും, അതാണ് പൈലോറിക് എൻഡ്. പിന്നെ ഇതിനൊരു ലെസർ കർവേച്ചർ ഉണ്ട്, ഒരു ഗ്രേറ്റർ കർവേച്ചർ ഉണ്ട്, പിന്നെ ആന്റീരിയർ സർഫസ്, പോസ്റ്റീരിയർ സർഫസ്, അതുപോലെ പുറകിലും. പിന്നെ അടുത്തത് ഇതിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം ഓൾറെഡി പറഞ്ഞു, കാർഡിയാക് പാർട്ട്, പൈലോറിക് റീജിയൻ. പിന്നെ ഫണ്ടസ്, ഇതാണ് ഫണ്ടസ്. ഇത് ബോഡി. ഇത് ഇവിടം തൊട്ട് ഈ ലൈൻ തൊട്ട് ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പൈലോറിക് റീജിയൻ ആണ്. അതിൽ തന്നെ പൈലോറിക് റീജിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സൾക്കസ് ഇന്റർമീഡിയസ് എന്നൊരു ലൈൻ, അത് ഈ പാർട്ട് പ്രോക്സിമൽ ആൻഡ്രോം, ഇത് പൈലോറിക് ആൻഡ്രോം, ഇത് പൈലോറിക് കനാലും ആണ്. ഇനി ഈ പൈലോറിക് ബോഡി തീരുന്നിടത്തും പൈലോറിക് ആൻഡ്രോം തുടങ്ങുന്നിടത്തും ഉള്ള ലെസർ കർവേച്ചറിൽ ഒരു പോയിന്റ് ഉണ്ട്, ഈ ഒരു പോയിന്റ്. അതിനെയാണ് നമ്മള് അതിന്റെ പേര് ഇൻസിസൂറ ആംഗുലാരിസ്. അത് ഇമ്പോർട്ടന്റ് ആകാൻ കാരണം ഇതിന് റൈറ്റ് സൈഡിലോട്ടാണ് ലീഷൻ വരുന്നതെങ്കിൽ, ഇൻസിസൂറ ആംഗുലാരിസിന് റൈറ്റിലാണ് ഗ്യാസ്ട്രിക് അൾസർ വരുന്നതെങ്കിൽ അത് മാലിഗ്നന്റ് ആയിരിക്കും. അടുത്തത് ബ്ലഡ് സപ്ലൈ ഓഫ് സ്റ്റൊമക്ക്. അപ്പം മെയിൻലി ഇങ്ങനെ ഓർത്തിരിക്കുക, ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി, റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി, ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി, റൈറ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി, ഷോർട്ട് ഗ്യാസ്ട്രിക് ആർട്ടറി. ഇത് ഇത്രയാണ് സ്റ്റൊമക്കിന്റെ ബ്ലഡ് സപ്ലൈ. ഇനി ഇത് എവിടെ നിന്നൊക്കെയാ വരുന്നതെന്ന് നമ്മൾ അറിയണം. കാരണം ഇതിന് പെനിട്രേഷൻ നടക്കുമ്പോഴത്തേക്കും അതിന്റെ മെയിൻ ട്രങ്കിനെയൊക്കെ ഈ അൾസർ ഇൻഫിൽട്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ അതൊക്കെ ഹെമറേജസ് ഉണ്ടാക്കും. അപ്പം ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ഫോർഗട്ട് സ്ട്രക്ചർ ആണ്. അപ്പൊ ഫോർഗട്ടിനെ സപ്ലൈ ചെയ്യുന്ന എല്ലാം എന്താണ്, സീലിയാക് ട്രങ്ക് അല്ലേ. അപ്പം ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി എന്ന് പറയുന്നതാണ്, ഇതാണ് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി. ഈ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ സീലിയാക് ട്രങ്കിന്റെ ഒരു ബ്രാഞ്ച് കണ്ടോ. അത് ലെസർ കർവേച്ചറിന്റെ ഇത്രയും ഭാഗത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സീലിയാക് ട്രങ്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, സ്പ്ലെനിക് ആർട്ടറി ആയിട്ടും പിന്നെ കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി ആയിട്ടും ഡിവൈഡ് ചെയ്യും. ഇതാണ് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി, ഇത് സ്പ്ലെനിക് ആർട്ടറി. അപ്പം ഈ ഒരു മിനിറ്റ്, അപ്പം സ്പ്ലെനിക് ആർട്ടറി ആയിട്ടും കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോമൺ ഹെപ്പാറ്റിക് ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ആണ് റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി.
അതാണ് ബാക്കി ലെസ്സർ കർവേച്ചറിനെയും ആന്റീരിയർ പാർട്ടിനെയും സപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എവിടെയാ ഇതിനകത്ത്? എടാ നീ വേറെ കളർ വെച്ച് വേറെ മാർക്ക് ഒരു ചെയ്യ്. കളർ red എടുക്കും. വെച്ച്. ബ്ലാക്ക് വരച്ചു. അല്ലേ ബ്ലൂ ആയിരുന്നു. വരുന്നില്ല. Erase വരച്ചു ചെയ്തിട്ട്. നോക്ക് വരുന്നത്. താഴെ ഇറേസർ ഉണ്ട്, താഴെ ക്രോസ്. ഏതാ? മുകളിൽ ആ നിൽക്കട്ടെ. റോസ് ഇൻഡു അത് റബ്ബർ അല്ലേ? ഇതാ താഴെ റോസ് ഇൻഡു. ഇതോ? ഇത് വെച്ച് പറയാം. അപ്പം ഇത് സീലിയാക് ട്രങ്ക് ഇപ്പൊ കാണുന്നോ? കാണുന്നുണ്ട്. സീലിയാക് ട്രങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത് ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി. അത് കഴിഞ്ഞിട്ട് ഇത് അല്ലതാ ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ച് ഞാൻ പുറത്തൂടെ അതിന്റെ വരച്ചേക്കും. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്പ്ലെനിക് ആർട്ടറി, ഇതാ ഈ പോകുന്ന സ്പ്ലെനിക് ആർട്ടറിയും പിന്നെ ഈ പോകുന്ന ബ്രാഞ്ച് ഉണ്ടോ, ഇത് അതാണ് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി. ഇനി കോമൺ ഹെപ്പാറ്റിക് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി. അതാണ് ലെസ്സർ കർവേച്ചറിനും ബാക്കി ഭാഗത്തിനും സപ്ലൈ ചെയ്യുന്നത്. ആന്റീരിയർ പാർട്ടിലുള്ള ബാക്കിയുള്ളതിനും സപ്ലൈ ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി സീലിയാക് ട്രങ്കിന്റെ ഡയറക്റ്റ് ബ്രാഞ്ചും റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി കോമൺ ഹെപ്പാറ്റിക് ആർട്ടറിയുടെ ബ്രാഞ്ചാണ്. ഈ റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യും. ഹെപ്പാറ്റിക് ആർട്ടറി പ്രോപ്പർ ആയിട്ടും ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി ആയിട്ടും ഡിവൈഡ് ചെയ്യും. കണ്ടോ? ഈ ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി നമ്മുടെ ഡിയോഡിനത്തിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത് പോയിട്ട് ആ ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള റൈറ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറിയാണ് ഗ്രേറ്റർ കർവേച്ചറിനും ആ താഴെയുള്ള അത്രയും ഭാഗത്തിനും സപ്ലൈ ചെയ്യുന്നത്. താഴെ പോസ്റ്റീരിയറിലും ആന്റീരിയറിലും ഒക്കെ. അതുപോലെ പിന്നെ നമ്മൾ ഇനി ഒരു ആർട്ടറി ഉള്ളത് ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞ സ്പ്ലെനിക് ആർട്ടറി, അതിന്റെ ബ്രാഞ്ചാണ്. ഇതൊക്കെ അന്ന് മാം പഠിപ്പിച്ചപ്പോ ഇതൊക്കെ ചോദിച്ചായിരുന്നു. ഒന്നുകൂടെ പറയാവോ? ഏതാ ഈ റൈറ്റ് എന്താണത്? ഗ്യാസ്ട്രോ ഡിയോഡിനലിന്റെ അത് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി അതിന് റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി കൊടുത്തു കഴിഞ്ഞിട്ട് കോമൺ ഹെപ്പാറ്റിക് ആർട്ടറി റൈറ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഹെപ്പാറ്റിക് ആർട്ടറി പ്രോപ്പർ ആയിട്ടും ഈ ഡോട്ടഡ് ലൈൻസ് ഈ കാണിച്ചു വെക്കുന്നുണ്ടോ, അതിന് മേളിലുള്ള ആ ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി ആയിട്ടും ഡിവൈഡ് ചെയ്യും. ആ ഗ്യാസ്ട്രോ ഡിയോഡിനൽ ആർട്ടറി പിന്നെ എന്തായിട്ട് മാറും? അതും ഗ്യാസ്ട്രോ ഡിയോഡിനൽ വരാൻ സ്റ്റൊമക്കിനും സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിയോഡിനത്തിനും സപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനത്തിനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് അതാ. അതുപോലെ പിന്നെ അതിന്റെ ബ്രാഞ്ച് ആണ് റൈറ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി. അതാണ് ഗ്രേറ്റർ കർവേച്ചറിനും ബാക്കിയുള്ള ഭാഗത്തിനും സപ്ലൈ ചെയ്യുന്നത്. ഇത്രയും ഭാഗം വരെ. പിന്നെ സ്പ്ലെനിക് ആർട്ടറി എന്ന് പറയുന്നത് സ്പ്ലെനിക് ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ് ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി. നമ്മളിവിടെ കോമൺ ഹെപ്പാറ്റിക്കിന്റെ കൊടുക്കുന്നതിന് മുന്നേ ഒരു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, സ്പ്ലെനിക് ആർട്ടറി, അതിന്റെ ബ്രാഞ്ച് ആണ് ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആർട്ടറി. അതുപോലെ തന്നെ ഷോർട്ട് ഗ്യാസ്ട്രിക് ആർട്ടറി എന്ന് പറയുന്നത് സ്പ്ലെനിക് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. മനസ്സിലായോ? അപ്പം മെയിൻലി ഇങ്ങനെ ഓർക്കുക: ലെഫ്റ്റ് ഗ്യാസ്ട്രിക്, റൈറ്റ് ഗ്യാസ്ട്രിക്, ലെഫ്റ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക്, റൈറ്റ് ഗ്യാസ്ട്രോ എപ്പിപ്ലോയിക് ആൻഡ് ഷോർട്ട് ഗ്യാസ്ട്രിക് വെസൽസ്. ഷോർട്ട് ഗ്യാസ്ട്രിക് ആർട്ടറി ഇത്രയാണ് സ്റ്റൊമക്കിന്റെ ബ്ലഡ് സപ്ലൈ. ഇനി അടുത്തത് വീനസ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് ഈ ആർട്ടറി അക്കമ്പനി ഇതെല്ലാം വെയിൻസും ഉണ്ട്. ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറി ആണെങ്കിൽ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് വെയിനും, അങ്ങനെ ഈ 5 എണ്ണത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് വെയിൻസ്. ഇനി നർവ് സപ്ലൈ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ നർവ് സപ്ലൈ നമുക്കറിയാം, സ്റ്റൊമക്കിന് 2 നർവ് സപ്ലൈ വരുന്നുണ്ട്. സിമ്പത്തറ്റിക് സപ്ലൈ ഉണ്ട്, പാരാസിമ്പത്തറ്റിക് സപ്ലൈ ഉണ്ട്. സിമ്പത്തറ്റിക് സപ്ലൈ T10 to എത്രയാന്നൊക്കെ പറഞ്ഞ് കൊടുത്തേക്കുണ്ട്. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ പാരാസിമ്പത്തിക് നർവ് സപ്ലൈ ഇമ്പോർട്ടന്റ് ആണ്.
അത് മെയിൻലി വേഗസ് നെർവ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര വേഗസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്, ലെഫ്റ്റ് വേഗസും റൈറ്റ് വേഗസും. അപ്പം ലെഫ്റ്റ് വേഗസ് നെർവ് നമ്മുടെ ഈസോഫാഗോ ഗ്യാസ്ട്രിക് ജംഗ്ഷന്റെ ആ തൊട്ട് മേളിൽ എത്തുമ്പോഴത്തേക്കും അതിന്റെ പേരാണ് ആന്റീരിയോ വേഗൽ ട്രങ്ക്. ഈ ആന്റീരിയോ വേഗൽ ട്രങ്ക് പിന്നെ 3 ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഹെപ്പാറ്റിക് ബ്രാഞ്ച്, സീലിയാക് ബ്രാഞ്ച്, പിന്നെ ഈ കാണിച്ചേക്കുന്ന നെർവ് ഉണ്ടോ, ഈ ലെസർ കർവേച്ചറിനോട് ചേർന്ന് വരുന്നത്, അതിനെയാണ് നമ്മൾ നെർവ് ഓഫ് ലെറ്റാർജറ്റ് എന്ന് പറയുന്നത്. ഇത് ഹെപ്പാറ്റിക് ബ്രാഞ്ച്, ഇത് സീലിയാക് ബ്രാഞ്ച്, ഇത് നെർവ് ഓഫ് ലെറ്റാർജറ്റ്. അപ്പം ഈ ഹെപ്പാറ്റിക് ബ്രാഞ്ച് ലിവറിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഗോൾ ബ്ലാഡറിന്, പിന്നെ നമ്മുടെ സ്റ്റൊമക്കിന്റെ പൈലോറസ് പാർട്ടിലും സപ്ലൈ ചെയ്യുന്നുണ്ട്. സീലിയാക് ബ്രാഞ്ച് ആണെന്നുണ്ടെങ്കിൽ സീലിയ ഗാംഗ്ലിയോണി വന്ന് എൻഡ് ചെയ്യുക. ഈ നെർവ് ഓഫ് ലെറ്റാർജറ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ പെരിസ്റ്റാൾസിസിനെ അതുപോലെ തന്നെ ആസിഡ് സെക്രീഷനെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെർവാണ് നെർവ് ഓഫ് ലെറ്റാർജറ്റ്. അതിന്റെ ബ്രാഞ്ചസ് ആണ് ആന്റീരിയർ ഗ്യാസ്ട്രിക് വെസൽസ്. ഇനി ഈ നെർവ് ഓഫ് ലെറ്റാർജറ്റ് ഈ ഇവിടെ നമ്മുടെ ആൻഡ്രോ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ സ്റ്റൊമക്ക് തീരുക. അപ്പം ഇത്രയും ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഈ നെർവ് ഓഫ് ലെറ്റാർജറ്റ് കുറെ നമ്മുടെ ഈ കാക്കയുടെ കാല് പോലെ ഈ നെർവ്സ് എല്ലാം കൂടെ എൻഡിങ്സ് എല്ലാം കൂടെ ഇങ്ങനെ വന്നിരിക്കും. അതിനെയാണ് ക്രോസ് ഫൂട്ട് എന്ന് പറയുന്നത്. ക്രോസ് ഫൂട്ട് അത് ഈ നെർവ് ഓഫ് ലെറ്റാർജന്റിന്റെ തന്നെ ഒരു പാർട്ടാണ്. അതിന്റെ ടെർമിനൽ 6 സെന്റിമീറ്ററിലുള്ള പേരാണ് ക്രോസ് ഫൂട്ട് എന്ന് പറയുന്നത്. അത് മെയിൻലി നമ്മുടെ പൈലോറിക് സ്ഫിങ്ക്ചറിനെയാണ് സപ്ലൈ ചെയ്യുന്നത്. ആ പൈലോറിക് പാർട്ട് അത് ഓപ്പൺ ചെയ്യാനും, ഫുഡൊക്കെ വരുമ്പോൾ അത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുമല്ലേ, അപ്പം പെരിസ്റ്റാൾസിസ് ഒക്കെ നടന്നിട്ട് ഇത് ഓപ്പൺ ആവണമെങ്കിൽ ഈ നെർവ് ഓഫ് ക്രോസ് ഫൂട്ട് ആണ് മെയിൻലി അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇതാണ് നമ്മുടെ ആന്റീരിയർ വേഗൽ ട്രങ്ക്. ലെഫ്റ്റ് വേഗസ് നെർവ് വന്ന് ആന്റീരിയർ വേഗൽ ട്രങ്ക് ആയിട്ട് 3 ബ്രാഞ്ച്, ഹെപ്പാറ്റിക്, സീലിയാക്, നെർവ് ഓഫ് ലെറ്റാർജറ്റ്. നെർവ് ഓഫ് ലെറ്റാർജറ്റിന്റെ ആന്റീരിയറിൽ കൊടുക്കുന്ന ഇത് ആന്റീരിയർ നെർവ് ഓഫ് ലെറ്റാർജറ്റ് ആട്ടോ. ആന്റീരിയറിൽ ലാസ്റ്റ് ടെർമിനൽ 6 സെന്റിമീറ്ററിൽ വരുമ്പോഴത്തേക്ക് അത് ഒരു ക്രോസ് ഫൂട്ട് പോലെ ആവും. അതിനാണ് ക്രോസ് ഫൂട്ട് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പൈലോറിക് ഫിംഗറിനെയാണ് മെയിൻലി സപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് വേഗസ് ഉണ്ടല്ലോ. റൈറ്റ് വേഗസ് സ്റ്റൊമക്കിന്റെ പോസ്റ്റീരിയർ ഇതുപോലെ തന്നെ ഈസോഫാഗോ ഗ്യാസ്ട്രിക് ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്ക് അതിന്റെ പേര് പോസ്റ്റീരിയർ വേഗൽ ട്രങ്ക് എന്നാവും. എന്നിട്ട് അത് കൊടുക്കുന്ന ബ്രാഞ്ച്, മറ്റേടത്ത് ആദ്യത്തെ ബ്രാഞ്ച് ഏതായിരുന്നു? ഹെപ്പാറ്റിക് ബ്രാഞ്ച് അല്ലായിരുന്നു. ഇവിടെ കൊടുക്കുന്നത് നെർവ് ഓഫ് ഗ്രാസി. പിന്നെ മറ്റേനെ പോലെ തന്നെ ഒരു സീലിയാക് ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നെർവ് ഓഫ് ലെറ്റാർജറ്റ് എന്ന് പറയുന്ന പോസ്റ്റീരിയർ നെർവ് ഓഫ് ലെറ്റാർജറ്റ്. ഇത് ഇവിടെയും ഈ പോസ്റ്റീരിയർ നെർവ് ഓഫ് ലെറ്റാർജറ്റ് പോസ്റ്റീരിയർലി പ്രോക്സിമൽ 6 സെന്റിമീറ്റർ വരുമ്പോഴത്തേക്ക് ഒരു ക്ലോ ഫൂട്ട പോലൊക്കെ ആവുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഈ നെർവ് ഓഫ് ഗ്രാസി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെർവ് ഓഫ് ഗ്രാസി കാരണം ഇതിനെ നമ്മൾ ക്രിമിനൽ നെർവ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ആസിഡ് നമ്മൾ പറഞ്ഞല്ലോ, ഈ വേഗസ് നെർവ് ആണ് നമ്മുടെ പെറൈറ്റൽ സെൽസിൽ നിന്നും ആസിഡ് സെക്രീഷന് ഇമ്പോർട്ടന്റ് റോൾ ചെയ്യുന്നത്. അപ്പം ഈ നെർവ് ഓഫ് ഗ്രാസിയെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആസിഡ് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. അപ്പം പേഷ്യന്റിന് നല്ലതല്ലല്ലോ. അപ്പം അവിടാണ് ഈ നെർവ് ഓഫ് ഗ്രാസിയുടെ റോൾ വരുന്നത്. നമ്മൾ എന്തായാലും നെർവ് ഓഫ് ഗ്രാസിയെ കട്ട് ചെയ്ത് കളയണം. ഈ കുറെ ടൈപ്പ് ഓഫ് സർജറി വരുന്നുണ്ട്, അതിൽ എല്ലാത്തിനകത്തും നമ്മളിത് കളയും. ഇനി അടുത്ത ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ നെർവ് സപ്ലൈ ലെഫ്റ്റ് വേഗസ് ആന്റീരിയർ വേഗൽ ട്രങ്ക് ആയിട്ട് വന്നിട്ട് ഹെപ്പാറ്റിക്, സീലിയാക്, നെർവ് ഓഫ് ആന്റീരിയർ നെർവ് ഓഫ് ലെറ്റാർജറ്റ് കൊടുക്കുന്നു. അതുപോലെ ഒരു പേപ്പർ പോയി കേട്ടോ. അതുപോലെ റൈറ്റ് വേഗസ് വന്നിട്ട് ഏതൊക്കെയാ കൊടുക്കുന്ന? നെർവ് ഓഫ് ഗ്രാസി, പോസ്റ്റീരിയർ നെർവ് ഓഫ് ലെറ്റാർജറ്റ്, പിന്നെ സീലിയാക് ബ്രാഞ്ച്. മനസ്സിലായോ? മനസ്സിലായോ? ഇനി അടുത്തത് നമ്മുടെ GIT ലൈൻ ചെയ്തിരിക്കുന്ന ഏതൊക്കെ ലെയേഴ്സാ? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലാരിസ് ലെയർ, സെറോസ. ഇത്രയല്ലേ?
അപ്പം നമ്മുടെ മ്യൂക്കോസയ്ക്കകത്ത് ഒരു എപ്പിത്തീലിയൽ ലെയർ എന്ന് പറയുന്നൊരു ലെയർ ഉണ്ട്. ഈ നമ്മുടെ സ്റ്റൊമക്കിൽ മ്യൂക്കോസൽ ലെയറിലാണ് നമ്മൾക്ക് വേണ്ടുന്ന ഗ്യാസ്ട്രിക് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്ന സെൽസ് എല്ലാം ഇരിക്കുന്നത്. അപ്പം ഈ മ്യൂക്കോസയ്ക്കകത്ത് ഒരു എപ്പിത്തീലിയൽ ലെയർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതൊരു സിംഗിൾ ലെയർഡ് സെല്ല ഒരു ലെയറാണ്. ആ എപ്പിത്തീലിയൽ ലെയറിനകത്താണ് മ്യൂക്കസ് നെക്സൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ മ്യൂക്കോസൽ സെൽസ് ഇരിക്കുന്നത്. ഈ മ്യൂക്കോസൽ സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഈ എപ്പിത്തീലിയൽ സെൽ അല്ലെങ്കിൽ ഈ മ്യൂക്കോസ ചില പോർഷനിൽ എത്തുമ്പോഴത്തേക്കും കുറെ പിറ്റ് പോലെ ഇങ്ങനെ ആവും. കണ്ടോ? ഹലോ, അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രിക് പിറ്റ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് പിറ്റ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഫോവിയോള. ഗ്യാസ്ട്രിക് പിറ്റ്. ഈ ഗ്യാസ്ട്രിക് പിറ്റിനകത്ത് കുറെ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് മെയിൻലി ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് പെറൈറ്റൽ സെൽസ്, എൻഡോക്രൈൻ സെൽസ്, ചീഫ് സെൽസ്. ഈ ഗ്യാസ്ട്രിക് പിറ്റിനകത്തുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ്. അപ്പൊ ഈ പെറൈറ്റൽ സെൽസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ചീഫ് സെൽസ് പെപ്സിനോജൻ പ്രൊഡ്യൂസ് ചെയ്യും. എൻഡോക്രൈൻ സെൽസ് കുറെ ഹോർമോൺസ് ആയിട്ടുള്ള ഹിസ്റ്റമിൻ, സെറട്ടോണിൻ അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം മെയിൻലി നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് മ്യൂക്കസ് സെൽസിന്റെയും പെറൈറ്റൽ സെൽസിന്റെയും ഇതാണ്. മ്യൂക്കസ് സെൽസ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പെറൈറ്റൽ സെൽസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് നോക്കിയേ. പിന്നെ അത് കൂടാതെ നമ്മുടെ GIT-യിൽ കുറെ സ്റ്റൊമക്കിലും ഡിയോഡിനത്തിലും ആയിട്ടൊക്കെ കുറെ G സെൽസ് ഇരിപ്പുണ്ട്. ഈ G സെൽസ്, D സെൽസ് അതൊക്കെ G സെൽസ് ആണെങ്കിൽ ഗ്യാസ്ട്രിൻ റിലീസ് ചെയ്യും, D സെൽസ് ആണെങ്കിൽ സ്ട്രമാറ്റോസ്റ്റാറ്റിൻ റിലീസ് ചെയ്യും. ഈ ഗ്യാസ്ട്രിൻ പോയിട്ട് ഒന്നെങ്കിൽ പെറൈറ്റൽ സെൽസിനെ ഡയറക്ട്ലി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻ കൂട്ടും. അല്ലെന്നുണ്ടെങ്കിൽ അത് എൻഡോക്രൊമാഫിൻ സെൽസ്, നമ്മൾ മുമ്പേ പറഞ്ഞ എൻഡോക്രൈൻ സെൽസ് ഇല്ലേ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് എൻഡോക്രൈൻ സെൽസിന് എന്താ സെക്രീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഹിസ്റ്റമിൻ, സെറട്ടോണിൻ. അപ്പം അതിനകത്തുനിന്ന് ഹിസ്റ്റമിൻ റിലീസ് ആവും. ആ ഈ ഹിസ്റ്റമിന്റെ ഹിസ്റ്റമിൻ റിസപ്റ്റേഴ്സ് അതായത് H2 റിസപ്റ്റേഴ്സ് ഈ പെറൈറ്റൽ സെൽസിന്റെ സർഫസിൽ ഇരിപ്പുണ്ട്. അതിനെ ചെന്ന് പെറൈറ്റൽ സെൽസിനെ ചെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സെക്രീഷൻ ഉണ്ടാക്കും. മനസ്സിലായോ? അതുപോലെ D സെൽസ്, സ്ട്രമാറ്റോസ്റ്റാറ്റിൻ, ഇതൊക്കെ ഈ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോ ആ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തി ആ ഒരു ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളായി G സെൽസും D സെൽസും ഒക്കെ. അപ്പൊ ഈ സ്ട്രമാറ്റോസ്റ്റാറ്റിൻ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അതും എന്ത് ചെയ്യും, എൻഡോക്രൈൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹിസ്റ്റമിൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അത് പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ്, അതിന് ഡയറക്ട്ലി പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞു വാഗസ് നമ്മൾ പറഞ്ഞു അത് അസിറ്റൈൽ കോളിൻ റിലീസ് ചെയ്തിട്ട് ഡയറക്ട്ലി പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ എൻഡോക്രൊമാഫിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഹിസ്റ്റമിൻ റിലീസ് നടത്തും. അത് എന്നിട്ട് പെറൈറ്റൽ സെൽസിൽ ആക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിലീസ് ചെയ്യും. എങ്ങനെ പോയാലും HCl റിലീസ് ആവണമെങ്കിൽ പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ആക്കണം. അപ്പം പെറൈറ്റൽ സെൽസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെല്ല് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ റിലീസിൽ. ഹലോ, അപ്പം ഈ പെറൈറ്റൽ സെൽസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഈ പെറൈറ്റൽ സെൽസിനകത്ത് കുറച്ച് പ്രോട്ടോൺ പമ്പ്, അതായത് H+K+ATPase ഇരിപ്പുണ്ട്. അതാണ് മെയിൻലി അത് ആ പ്രോട്ടോൺ പമ്പ് വഴിയാണ് HCl റിലീസ് ആകുന്നത്. അപ്പം നമ്മുടെ പെപ്റ്റിക് അൾസറിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ്. കാരണം പെറൈറ്റൽ സെൽസിൽ ആക്ട് ചെയ്ത് പ്രോട്ടോൺ പമ്പ് വഴിയല്ലേ ഇത് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ്. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഈ പെപ്റ്റിക് അൾസറിനകത്ത് ഈ സർജറി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എന്ന് വെച്ചാൽ സർജറി നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുമ്പോഴേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ ഹിസ്റ്റമിൻ റിലീസ് നടത്തി ഗ്യാസ്ട്രിൻ, സ്ട്രമാറ്റോസ്റ്റാറ്റിൻ ഇതെല്ലാം റിലീസ് ആവുന്നുണ്ട് ഫുഡ് വരുമ്പോൾ. അതെല്ലാം ആസിഡ് സെക്രീറ്റ് ചെയ്യണം നടക്കണമെങ്കിൽ പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ആക്കണം കേട്ടോ. നമ്മൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പെപ്റ്റിക് അൾസറിന് സർജറി ചെയ്യത്തുള്ളൂ.
ഇനി പെപ്റ്റിക് അൾസർ എങ്ങനെ ഉണ്ടാകുന്ന വെച്ചാല് ഇപ്പം നമ്മുടെ ഈ ആസിഡിനും മ്യൂക്കസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട്. ഈ ബാലൻസിന് എന്തെങ്കിലും ഒരു കുഴപ്പം വരുന്നു, ഒന്നെങ്കിൽ ആസിഡ് സെക്രീഷൻ കൂടുന്നു, അല്ലെങ്കിൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പെപ്റ്റിക് അൾസർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നർവ് സപ്ലൈ മനസ്സിലായോ? അത് നമ്മൾ ട്രീറ്റ്മെന്റ് വരുമ്പോ പറയും. അതാ. ഇനി ടോപ്പിക്ക് നമ്മളെ പെപ്റ്റിക് അൾസർ ആണ്. പെപ്റ്റിക് അൾസർ ഞാൻ പറഞ്ഞു 2 തരമുണ്ട്, ഗ്യാസ്ട്രിക് അൾസർ ആൻഡ് ഡിയോഡിനൽ അൾസർ. അപ്പം ഈ ഡിയോഡിനൽ അൾസർ ആണ് മോസ്റ്റ് കോമൺ. നിങ്ങളൊരു പേപ്പറോ എന്തെങ്കിലും എഴുതാൻ, കാരണം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല വലുതായിട്ട്. ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നത് ആണ് മോസ്റ്റ് കോമൺ. അതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം. ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനം നമ്മുടെ സ്റ്റൊമക്ക് ഇതാന്ന് വെച്ചു. അപ്പം ഇവിടെ തീരുവ, സ്റ്റൊമക്ക് തീർന്നിട്ട് ഇവിടെ ഡിയോഡിനം സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ സ്ഫിങ്ക്ചർ ഉണ്ട് ഇവിടെ, പൈലോറിക് സ്ഫിങ്ക്ചറിന് തൊട്ടപ്പുറത്ത് ആ റീജിയന്റെ അടുത്ത് ആയിരിക്കും ഡിയോഡിനൽ അൾസറിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നത് ഓൾവേസ് ബിനൈൻ ആണ്, അതൊരിക്കലും മാലിഗ്നന്റ് ആവത്തില്ല. പക്ഷെ ഗ്യാസ്ട്രിക് അൾസർ അങ്ങനല്ല. ഗ്യാസ്ട്രിക് അൾസർ ഹാസ് എ ടെൻഡൻസി ടു ബിക്കം മാലിഗ്നന്റ്. അത് മാലിഗ്നന്റ് ആവും. അതുകൊണ്ട് ഗ്യാസ്ട്രിക് അൾസറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴും, ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. ഡിയോഡിനൽ അൾസറിന് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. ഇനി ഗ്യാസ്ട്രിക് അൾസറിന്റെ മോസ്റ്റ് കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ലെസർ കർവേച്ചർ ആണ്. ലെസർ കർവേച്ചറിൽ തന്നെ ആൻഡ്രത്തിന്റെ അടുത്തായിരിക്കും. ലെസർ കർവേച്ചറിനോട് ചേർന്നുള്ള ആൻഡ്രത്തിന്റെ ആ ഭാഗത്തായിരിക്കും. ആ പടം ഓർക്കുന്നില്ലേ? ആൻഡ്രം പൈലോറിക് കനാൽ, ആ ആൻഡ്രത്തിന്റെ സൈഡിലായിരിക്കും എന്ത് വരുന്നത്? ഗ്യാസ്ട്രിക് അൾസർ വരുന്നത്. ഇനി നമുക്ക് ഇറ്റിയോളജി പറയാം. ഈ രണ്ടും, ഗ്യാസ്ട്രിക് അൾസറും ഡിയോഡിനൽ അൾസറും രണ്ടിന്റെ ഇറ്റിയോളജി ഏകദേശം സെയിമാ. പക്ഷെ ഈ ഗ്യാസ്ട്രിക് അൾസർ ഡെവലപ്പ് ചെയ്യുന്നത് മ്യൂക്കോസൽ ബാരിയർ ഡാമേജ് ആവുമ്പോഴാണ്. ഡാമേജ് ടു മ്യൂക്കോസൽ ബാരിയർ, അതാണ് മെയിൻ കോസ്. ഇവിടെയും പക്ഷെ ആസിഡ് സെക്രീഷൻ കുറച്ച് കൂടുതലായിട്ട് നടക്കും. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂക്കോസൽ ഡാമേജ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി ഇതിന്റെ കോസസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഡിയോഡിനോ ഗ്യാസ്ട്രിക് റിഫ്ലെക്സ്. ഇപ്പം പൈലോറിക് സ്ഫിങ്ക്ചർ ഒന്നും അത്രയ്ക്ക് പേറ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ഡിയോഡിനത്തോട്ടല്ലേ ബൈല് വരുന്നത്. അപ്പൊ ഈ ബൈൽ എന്ത് ചെയ്യും? തിരിച്ച് സ്റ്റൊമക്കിനകത്തോട്ട് കയറും. അപ്പം ഈ ബൈലിനകത്ത് എന്തൊക്കെയുണ്ട്? ബൈൽ സോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ വേറെ ലെസിത്തി എന്ന് പറഞ്ഞാൽ കുറെ ലൈസോലെസിത്തീനോ അങ്ങനത്തെ എന്തൊരു സാധനം, അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അതും കൂടെ തിരിച്ച് സ്റ്റൊമക്കിനകത്തോട്ട് ചെന്നിട്ട് മ്യൂക്കോസേനെ ഇല്ലാണ്ടാക്കും, ഡാമേജ് ചെയ്യിക്കും. അതാണ് നടക്കുന്നത്. ഇപ്പം മ്യൂക്കോസ ഡാമേജ് ആയാൽ പോലും, മ്യൂക്കോസ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആസിഡ് സെക്രീഷൻ ആണെങ്കിൽ പോലും അത് നമ്മുടെ അതിന്റെ വാൾസിനെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച് അൾസർ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് സ്മോക്കിങ്, ആൽക്കഹോൾ. ഈ സ്മോക്കിങ് എന്നാന്ന് വെച്ചാല്, സ്മോക്കിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മ്യൂക്കോസൽ സെൽസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയ്ക്കും. അപ്പം മ്യൂക്കസ് സെൽസിന് ന്യൂട്രീഷൻ കിട്ടിയാൽ മാത്രമല്ലേ അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പം ന്യൂട്രീഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മ്യൂക്കസ് പ്രൊഡക്ഷൻ കുറയും. അങ്ങനെ മ്യൂക്കോസൽ ഡാമേജ് ഉണ്ടായിട്ട് അൾസർ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ സ്മോക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന ഒരു അൾസർ അത് ഹീൽ ചെയ്യാൻ ഭയങ്കര താമസമായിരിക്കും. അതാണ് പറയുന്നത്. പിന്നെ NSAIDs എന്ന് പറയുമ്പോഴത്തേക്കും, NSAIDs എന്താണ്? സൈക്ലോ ഓക്സിജനേസ് ഇൻഹിബിറ്റേഴ്സ് അല്ലേ, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുമല്ലേ. പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താ ചെയ്യുന്നത്? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് വാസോ ഡയലേഷൻ അല്ലേ ഉണ്ടാക്കുന്നത്. വാസോ ഡയലേഷൻ ഉണ്ടാക്കിയിട്ട് ബ്ലഡിനെ കൂടുതലും ആ റീജിയനിലോട്ട് കൊടുക്കുക ചെയ്യുന്നത്.
അപ്പം അങ്ങനെ കൂടുതലാകുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മ്യൂക്കസ് സെൽസിനൊക്കെ ഒരുപാട് ന്യൂട്രീഷൻ കിട്ടും, അങ്ങനെ മ്യൂക്കസ് പ്രൊഡക്ഷൻ നടക്കും. പക്ഷെ NSAIDs എന്ത് ചെയ്യും? ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും പോയി. അപ്പം വാസോ ഡയലേഷന് പകരം വാസോ കൺസ്ട്രിക്ഷൻ നടക്കും, ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരും, അങ്ങനെ ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോഴത്തേക്കും മ്യൂക്കസ് പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നില്ല, അപ്പം ഡാമേജ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആസിഡിന്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും കേട്ടോ. അപ്പം പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആസിഡ് പ്രൊഡക്ഷനും അവർ കൂട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇനി ഇത് കുറച്ച് വലിയ ടോപ്പിക് ആട്ടോ, സമയം എനിക്കറിയത്തില്ല. അടുത്ത എച്ച് പൈലോറി. ഈ എച്ച് പൈലോറി എന്ന് പറയുന്നത് 70% ഓഫ് ഗ്യാസ്ട്രിക് അൾസറിന്റെ കാരണവും എച്ച് പൈലോറി ആണ്. ഈ എച്ച് പൈലോറി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എച്ച് പൈലോറി എന്നത് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട് ആട്ടോ. അത് എച്ച് പൈലോറി എന്നൊരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. അതൊരു സ്പൈറൽ ഷേപ്ഡ് ആണ്. ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ വന്നു കഴിഞ്ഞാൽ അത് മ്യൂക്കോസേനെ പെനിട്രേറ്റ് ചെയ്ത് അകത്തോട്ട് പോകത്തില്ല, മ്യൂക്കോസയിൽ മാത്രം കൺഫൈൻഡ് ആയിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഡാമേജ് ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് പിറ്റുമായിട്ട്, നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ കുറെ ഗ്യാസ്ട്രിക് പിറ്റ് ഉണ്ടെന്ന്, ആ ഗ്യാസ്ട്രിക് പിറ്റിൽ ഒന്ന് അഡർ ചെയ്തിരിക്കും. എന്നിട്ട് അത് പ്രോട്ടീസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടീസ് എന്ന് പറയുന്ന എൻസൈം മ്യൂക്കസ് സെൽസിനെ ഡാമേജ് ചെയ്യുന്ന എൻസൈമാണ്. സെൽസിനെ ഡാമേജ് ചെയ്യും, അങ്ങനെ നമുക്ക് ആസിഡ് അൾസർ ഉണ്ടാക്കും. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ GI ട്രാക്റ്റില് ഈ ആസിഡിന്റെ പ്രസൻസ് കാരണമല്ല ഈ ബാക്ടീരിയ ഒക്കെ നമ്മൾ ഇൻഹിബിറ്റ് അത് വളരാതിരിക്കുന്നത്. അപ്പം ഈ എച്ച് പൈലോറി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് യൂറിയസ് എന്ന് പറഞ്ഞൊരു എൻസൈമും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ മെറ്റബോളിക് വേസ്റ്റിനകത്തുള്ള യൂറിയ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ അമോണിയ pH-നെ കൂട്ടും, അപ്പം അസിഡിറ്റി ഇങ്ങനെ വേരി ചെയ്യിപ്പിക്കും. അന്നേരം ഈ എച്ച് പൈലോറിക്ക് വളരാൻ ഒരു എൻവയോൺമെന്റ് കൊടുക്കുമല്ലേ. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്. പിന്നെ ഗ്യാസ്ട്രിക് സ്റ്റേസിസ് എന്നൊക്കെ ടെക്സ്റ്റിൽ പറയുന്നുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ, ഈ ഗ്യാസ്ട്രിക് സ്റ്റേസിസ് നടത്തുമ്പോഴത്തേ ഈ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ഒക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമല്ലേ, അപ്പം ആസിഡിന് കുറച്ചുകൂടെ സമയം കിട്ടും ആക്ട് ചെയ്യാനും. അത് കാരണം അൾസർ ഉണ്ടാവുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഇല്ല. ഇനി ഗ്യാസ്ട്രിക് അൾസറിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 3 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെയിന്റ് ഗ്യാസ്ട്രിക് അൾസർ എന്നാ പറയുന്നത്. ജെയിന്റ് ഗ്യാസ്ട്രിക് അൾസർ. പക്ഷേ ടെക്സ്റ്റില് ഡിയോഡിനൽ അൾസറിന്റെ അവിടെ പറയുന്നത് ഡിയോഡിനൽ അൾസറിന്റെ സൈസ് ഗ്രേറ്റർ ദാൻ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നുണ്ട്. ജെയിൻ ഡിയോഡിനൽ അൾസർ കേട്ടോ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഈ ഗ്യാസ്ട്രിക് അൾസർ 2 സെക്സിലും ഒരേപോലെ കാണും കേട്ടോ. ഇനി ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് പെയിൻ. നമ്മൾ പറഞ്ഞല്ലോ, പെയിൻ ഇൻ എപ്പിഗാസ്ട്രിക് റീജിയൻ ആണ് രണ്ടെണ്ണത്തിന്റെയും മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ. പക്ഷേ ഈ ഗ്യാസ്ട്രിക് അൾസർ ഉള്ള പേഷ്യന്റിൽ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും പെയിൻ അവർ കംപ്ലൈന്റ് ചെയ്യുന്നത്. കാരണം ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ മ്യൂക്കോസൽ ഡാമേജ് അല്ലേ മെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ആസിഡ് സെക്രീഷൻ നടക്കുന്നുണ്ട്. അത് കാരണം ആസിഡിന്റെ ഇറിറ്റേഷൻ കാരണമാണ് അവർക്ക് പെയിൻ ഉണ്ടാകുന്നത്. അപ്പം ഈ പെയിൻ എന്ന് പറയുന്നത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 hours വരെ അവർക്ക് പെയിൻ ആയിരിക്കും. കാരണം അതൊരു ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം, ആ ടൈം വരെ അവർക്ക് പെയിൻ കാണും. അപ്പം വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പെയിനിന് റിലീഫ് ഉണ്ടായിരിക്കും. അപ്പം പേഷ്യന്റിന് നല്ല വിശപ്പുണ്ട്, അത് കാരണം എന്ത് ചെയ്യും, പേഷ്യന്റ് ഫുഡ് കഴിക്കും. പക്ഷെ വേദന കാരണം പേഷ്യന്റ് വൊമിറ്റ് ചെയ്യും. ആ വേദന മാറാൻ വേണ്ടിയിട്ട് പേഷ്യന്റ് സ്വയം എന്ത് ചെയ്യും, വോമിറ്റിംഗ് ഇൻഡ്യൂസ് ചെയ്യിക്കും. അതാണ് മെയിൻ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. പെയിൻ ഓൺ ഇൻടേക്ക് ഓഫ് ഫുഡ് റിലീവ്ഡ് ബൈ വോമിറ്റിംഗ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, പേഷ്യന്റ് നല്ല വിശപ്പ് കാണും പക്ഷെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്, ഈ അൾസർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 4 weeks പേഷ്യന്റിന് നല്ല വേദനയായി, ഇതുപോലെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നല്ല വേദനയായിട്ടായിരിക്കും വരുന്നത്.
പക്ഷേ അത് കഴിഞ്ഞൊരു 2 to 4 months അവർക്കൊരു സിംറ്റം ഫ്രീ പീരീഡ് കാണും. അതുകൊണ്ടാണ് നമ്മൾ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. ഈ സിംറ്റം ഫ്രീ പീരീഡ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അൾസർ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് ഹീൽ ചെയ്യും. അതുകൊണ്ടാണ് ഈ സിംറ്റം ഫ്രീ പീരീഡ് വരുന്നത്. പക്ഷെ ഈ പീരിയോഡിസിറ്റി കൂടുതലും കാണുന്നത് ഡിയോഡിനൽ അൾസറിനാണ് കേട്ടോ. ഗ്യാസ്ട്രിക് അൾസറിനെക്കാട്ടിലും ഡിയോഡിനൽ അൾസറിനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. മനസ്സിലായോ? പിന്നെ ഈ ഹെമറ്റമിസിസ് മെലീന എന്നൊക്കെ ആക്ച്വലി ഗ്യാസ്ട്രിക് അൾസറിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. കാരണം അതിന്റെ ആ അൾസർ നിയർ ബൈ വെസൽസിന് അല്ലെങ്കിൽ മെയിൻ നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ഗ്യാസ്ട്രിക് റൈറ്റ് ഗ്യാസ്ട്രിക് ആ വെസൽസിനെയൊക്കെ ഇറോഡ് ചെയ്യുവാണെങ്കിലാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ബ്ലീഡിങ് കാരണം അത് നമ്മൾ വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ ഹെമറ്റമിസിസ്, അല്ലെങ്കിൽ ആസിഡുമായിട്ട് മിക്സ് ചെയ്ത് സ്റ്റൂൾ വഴിയാ പോകുന്നതെങ്കിൽ മെലീന. മനസ്സിലായല്ലോ? ഇനി നമ്മള് ടൈപ്സ് ഓഫ് ഗ്യാസ്ട്രിക് അൾസർ. ടൈപ്സ് ഓഫ് ഗ്യാസ്ട്രിക് അൾസർ ഇത് മെയിൻലി അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഏത് പാർട്ടിലാണ് കൂടുതൽ, ഏത് സൈറ്റിലാണ് അൾസർ കൂടുതലായിട്ടും വരുന്നത്, ആ ഇൻസിഡൻസിന്റെ ബേസിസിലാണ് ഇവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക് ആണെന്ന് വെച്ചു. സ്റ്റൊമക് ആണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ആൻഡ്രം, ഇവിടെ നമ്മുടെ പൈലോറിക് സ്ഫിഞ്ചർ, ഇതാണ് പൈലോറിക് സ്ഫിഞ്ചർ. അപ്പം ആൻഡ്രത്തിന്റെ അവിടെ ലെസർ കർവേച്ചറിന്റെ അടുത്താണ് വരുന്നതെങ്കിൽ, ആൻഡ്രത്തിനോട് ക്ലോസ് ആയിട്ട് ലെസർ കർവേച്ചറിന്റെ അടുത്താണ് വരുന്നതെങ്കിൽ ടൈപ്പ് 1. പിന്നെ ഗ്യാസ്ട്രിക് പിന്നെ ടൈപ്പ് 2 എന്ന് പറയുന്നത് ഡിയോഡിനത്തിലും അൾസർ കാണും, ഗ്യാസ്ട്രിക് റീജിയനിലും അൾസർ ആണ്. അതാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കാണും ഇവിടെയും കാണും. അത് ടൈപ്പ് 2. ഇനി പൈലോറിക് സ്ഫിഞ്ചറിന്റെ തൊട്ട് പുറകിലാണെന്നുണ്ടെങ്കിൽ പ്രീ പൈലോറിക്, അത് ടൈപ്പ് 3. ഹലോ, ഈ ടൈപ്പ് 4 എന്ന് പറയുന്നത് കാർഡിയാക് റീജിയനിലാണ്, ഇവിടാണ് അൾസർ വരുന്നതെങ്കിൽ ടൈപ്പ് 4 ആണ്. പിന്നെ ടൈപ്പ് 5 എന്ന് പറയുന്നത് ഈ സ്റ്റൊമക്കിന്റെ എവിടെ വേണമെങ്കിലും വരാം, അതാണ് ടൈപ്പ് 5. അപ്പം മോസ്റ്റ് കോമൺ ഏതാ? ഇൻ ദ ആൻഡ്രം നിയർ ദ ലെസർ കർവേച്ചറിന്റെ അവിടെ, അതാണ് മോസ്റ്റ് കോമൺ. അതിൽ നോക്കിയേ ടൈപ്പ് 2-ലും 3-ലും അതിന്റെ കോസ് എന്ന് പറയുന്നത് ഹൈ ആസിഡ് സെക്രീഷൻ കാരണം. ബാക്കി 3 ടൈപ്പിൽ ടൈപ്പ് 1-ലും 4-ലും 5-ലും ആസിഡ് സെക്രീഷൻ നോർമൽ ആയിരിക്കും, പക്ഷെ മ്യൂക്കോസൽ ഡാമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അടുത്ത നമ്മൾ ഇനി ഇൻവെസ്റ്റിഗേഷൻ. ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബേരിയം മീൽ ചെയ്യുവേ. ബേരിയം മീൽ ചെയ്യുമ്പം ഈ ബേരിയം മീലില് നമുക്കറിയാം നമ്മളൊരു ബേരിയം കുഴിക്കാൻ കൊടുക്കും, എന്നിട്ട് നമ്മൾ എക്സ്റേ എടുക്കും അല്ലോ. അപ്പം ഇതിന്റെ ബേരിയം മീലിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ലൂമനും നമുക്ക് കാണാൻ പറ്റും. അൾസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഈ കോൺട്രാസ്റ്റ് എടുക്കും. അപ്പം നമുക്ക് അതും കാണാൻ പറ്റും, അൾസർ കാണാൻ പറ്റും. അൾസറും പിന്നെ ഗ്യാസ്ട്രിക് GIT-യുടെ ട്രാക്റ്റും നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ്ട്രിക് അൾസർ 2 ടൈപ്പ് ഉണ്ട്, ബിനൈൻ ഉണ്ട്, മാലിഗ്നന്റ് ഉണ്ട്. അപ്പം ബിനൈൻ അൾസർ ആണെന്നുണ്ടെങ്കിൽ ബേരിയം മീൽ നമ്മൾ എന്തൊക്കെ കാണുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ബേരിയം മീൽ ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മുടെ അൾസർ ആണെന്ന് വെച്ചോ. ഈ അൾസർ ക്രീറ്റർ എന്നൊരു സംഭവം കണ്ടു. സെക്കൻഡ് പോയിന്റ്, അൾസർ ക്രീറ്റർ പ്രൊജക്ട് ബിയോണ്ട് ദ ലൂമൻ ഓഫ് ദ അൾസർ. ഈ അൾസർ ക്രീറ്റർ എന്ന് പറയുന്നത് ഈ അൾസറിന്റെ സെൻട്രൽ പാർട്ടിലുള്ള ഒരു ഡിപ്രസ്ഡ് റീജിയൻ ആണ്. സെൻട്രൽ ഡിപ്രസ്ഡ് പാർട്ടിയാണ് അൾസർ ക്രീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബേരിയം മീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് കോമൺ ആയിട്ട് അവിടെ ലെസർ കർവേച്ചറിലാണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ അൾസർ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് പുറത്തോട്ട് നിൽക്കും ഇങ്ങനെ. ഇതിപ്പോ സ്റ്റൊമക്ക് ആണെന്നുണ്ടെങ്കിൽ അൾസർ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഇത് കണ്ടോ, ഗ്യാസ്ട്രിക് ലൂമനിന്ന് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അതാണ് ബിനൈൻ അൾസറിന്റെ ഒരു പ്രത്യേകതയാണ്. അൾസർ ക്രീറ്റർ വിൽ പ്രൊജക്ട് ബിയോണ്ട് ദ ലൂമൻ ഓഫ് ദ സ്റ്റൊമക്ക്. പിന്നെ ഒരു ബിനൈൻ അൾസറിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണാം. അതിന്റെ മാർജിൻസ് എന്തായിരിക്കും? റെഗുലർ ആയിരിക്കും. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ
നോർമൽ ആയിരിക്കും. അതിന്റെ ഫ്ലോറിൽ എന്താ ഗ്രാനുലേഷൻ ടിഷ്യൂസ് ഒക്കെ കാണും. അപ്പം സറൗണ്ടിങ് ഏരിയാസ് നോർമൽ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസയൊക്കെ ഇതിന്റെ ബേസ് വരെ ഇങ്ങനെ വരും. എന്നിട്ട് അത് ഒരു സ്റ്റൊമക് സ്പോക്ക് വീൽ പാറ്റേൺ ഫോം ചെയ്യും. കണ്ടോ? ഇനി ഈ സ്റ്റൊമക് സ്പോക്ക് വീൽ പാറ്റേണിനെ നമ്മള് ബേരിയം മീലിൽ നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഈ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സാധനമാണ് അൾസർ ക്രീറ്റർ. കണ്ടോ? അല്ല, അൾസർ ക്രീറ്റർ അല്ല, ഞാൻ പറഞ്ഞില്ല ബിനൈൻ അൾസറിന്റെ ഒരു പ്രത്യേകതയാണ് അതിങ്ങനെ പൊങ്ങി നിൽക്കുന്നതെന്ന്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ആ, അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ മ്യൂക്കോസ ഇങ്ങനെ അൾസറിന്റെ ബേസിലോട്ട് ഇങ്ങനെ വരുമെന്ന്. ആ പൊങ്ങി നിൽക്കുന്നതിന്റെ നടുവിൽ ഒരു ചെറിയൊരു വര നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ കണ്ടോ നടുവിൽ കൂടെ ഒരു ഡാർക്ക് ലൈനിൽ? അതാണ്, അതിനെ പറയുന്ന പേരാണ് ഹാംപ്റ്റൺസ് ലൈൻ. നമ്മൾ ഈ മ്യൂക്കോസൽ ഫോൾഡ് നമ്മൾ ബേരിയം മീഡിയയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. ഈ അൾസറിന് ചുറ്റും ഇങ്ങനെ വന്ന മ്യൂക്കോസൽ ഫോൾഡ് ബേരിയം മീഡിയയിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അതിനാണ് ഹാംപ്റ്റൺസ് ലൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, കോളർ ലൈൻ. ഇനി ഇത് കണ്ടോ, ഇത് അൾസറാണ് നമ്മുടെ. അതിന് ചുറ്റും ഇത് അൾസറാ. അപ്പൊ അതിന് ചുറ്റും മ്യൂക്കോസ് ഇങ്ങനെ വരുന്നുണ്ടോ, സ്പോക്ക് വീല് പോലെ. പിന്നെ പിന്നിനകത്ത് പറയുന്നത് ഈ ഫസ്റ്റ് പോയിന്റ് ഉണ്ട്, നിഷി ഓൺ ദ ലെസർ കർവ് വിത്ത് നോച്ച് ഓൺ ദ ഗ്രേറ്റർ കർവ്. അതായത് ഈ അൾസർ ലെസർ കർവിലല്ലേ ഇരിക്കുന്നത്. അപ്പം അത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അൾസർ വിൽ ഫോം എ നിഷി ഓൺ ദ ലെസർ കർവ്. പിന്നെ ഈ മ്യൂക്കോസൽ ഫോൾഡ് ആണെന്നുണ്ടെങ്കിൽ മ്യൂക്കോസൽ ഫോൾഡ് ഇങ്ങനെ വരുമെന്ന് പറഞ്ഞില്ലേ അൾസറിന്റെ ബേസിലോട്ട്. അപ്പൊ ഈ ഗ്രേറ്റർ കർവേച്ചറിൽ നിന്നും ഈ ഫോൾഡ് ഇങ്ങനെ വരും. അപ്പൊ ഈ ഗ്രേറ്റർ കർവേച്ചറിൽ അതൊരു നോച്ച് ഫോം ചെയ്യും. അതാണ് എ നോച്ച് ഓൺ ദ ഗ്രേറ്റർ കർവ് എന്ന് പറയുന്നത്. കണ്ടോ? മനസ്സിലായോ? അതിന്റെ പടം ഞാൻ അങ്ങോട്ട് വരുമ്പോ കാണിച്ചു തരാം. ഈ അൾസർ ലെസർ കർവേച്ചറിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മള് അൾസർ ഓൺ ദ ലെസർ കർവേച്ചർ, അതുകൊണ്ട് ആ അൾസർ ക്രേറ്ററിനെയാണ് നമ്മൾ നിഷി എന്ന് പറയുന്നത്. പിന്നെ ഈ ഗ്യാസ്ട്രിക് മ്യൂക്കോസ അൾസറിന്റെ ബേസിലോട്ട് വരുമെന്ന് പറയുന്നില്ലേ. അപ്പം ഗ്രേറ്റർ കർവേച്ചറിന്റെ അവിടെ എല്ലാം മ്യൂക്കോസ ഉണ്ടല്ലോ, അതും ഇങ്ങോട്ട് വരും. എന്നിട്ട് അത് ഗ്രേറ്റർ കർവിൽ ഒരു നോച്ച് ഫോം ചെയ്യും. അതാ പറയുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇവിടെ? പൊങ്ങിയിരിക്കുന്ന സാധനം നമ്മുടെ ബിനൈൻ അൾസറിന്റെ ഫീച്ചർ ആണ്. പിന്നെ അതിന്റെ നടുക്കൂടുള്ള ലൈൻ ഹാംപ്റ്റൺസ് ലൈൻ വിച്ച് ഇൻഡിക്കേറ്റ് ദ മ്യൂക്കോസൽ ഫോൾഡിംഗ് റീച്ചിങ് ദ ബേസ് ഓഫ് ദ അൾസർ മാർജിൻ. പിന്നെ ഇത് നമ്മുടെ സ്റ്റൊമക് സ്പോക്ക് വീൽ പാറ്റേൺ. പിന്നെ ഈ ഗ്യാസ്ട്രിക് അൾസർ ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു ഈ ബിനൈൻ അൾസറിന്റെ ഒരു പ്രത്യേകതയാണ് ഇത് അൾസർ ഗ്യാസ്ട്രിക് ലൂമനിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമെന്ന്. പക്ഷെ ഇത് മാലിഗ്നൻസി ആകുമ്പോഴത്തേക്കും മാലിഗ്നൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലേ. അപ്പം അത് ലൂമന്റെ അകത്തൊരു മാസമായിരിക്കും ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ലൂമന്റെ അകത്തൊരു മാസം, ഒരിക്കലും ആ ഗ്യാസ്ട്രിക് ലൂമനെ വെളിയിലോട്ട് തള്ളി നിൽക്കത്തില്ല. ഇനി നമ്മള് ഇവരുടെ അതുപോലെ തന്നെ ഇവരുടെ അൾസർ എടുക്കുമ്പോഴത്തേക്കും ഒരു മാലിഗ്നന്റ് അൾസറിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണും. ഫ്ലോർ എന്തായിരിക്കും, സ്ലഫ് കാണും. പിന്നെ സറൗണ്ടിങ് ഏരിയയിലേക്ക് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മാലിഗ്നന്റ് സെൽസ് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ ബേരിയം മീൽ കൊടുക്കുമ്പോഴത്തേക്കും ഈ അൾസറും ബേരിയത്തിന്റെ കോൺട്രാസ്റ്റ് എടുക്കും, ഈ ലൂമനും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ചുറ്റുമുള്ള മാലിഗ്നന്റ് സെൽസ് ആ കോൺട്രാസ്റ്റിനെ ടേക്കപ്പ് ചെയ്യത്തില്ല. അപ്പം അതാണ് നമ്മൾ ഇവിടെ ഒരു കറുത്ത ലൈന് പോലെ കാണുന്നത്. കണ്ടോ? അത് ഒരു മെനിസ്കസ് പോലെ കാണുന്നതുകൊണ്ട് അതിന് നമ്മള് ആ മെനിസ്കസിന് പറയുന്ന പേരാണ് കാർമാൻ മെനിസ്കൽ സൈൻ. കാർമാൻ മെനിസ്കൽ സൈൻ.
മനസ്സിലായോ? അടുത്തത് അപ്പൊ നമ്മൾ ബേരിയം മീല് പറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എൻഡോസ്കോപ്പി ചെയ്യും. ഇവിടെ നമുക്ക് സ്റ്റൊമക്ക കാണേണ്ടത് കൊണ്ട് നമ്മൾ ഗ്യാസ്ട്രോസ്കോപ്പി ആണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് അൾസർ എവിടെ ലൊക്കേഷൻ കാണും, ഏത് ടൈപ്പ് ഓഫ് അൾസർ, ബിനൈൻ ആണോ മാലിഗ്നന്റ് ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോപ്സി എടുക്കും. ഈ എൻഡോസ്കോപ്പ് നമ്മൾ കടത്തി വിടുന്നതിന്റെ കൂടെ ഒരു ചെറിയ നൈഫ് സിസർ പോലെ ഒരു സംഭവം കൂടെ കടത്തിയിട്ട് അത് നമ്മൾ ബയോപ്സിയും കൂടെ എടുക്കും. ഗ്യാസ്ട്രിക് അൾസർ ഏത് തന്നെ ആയാലും നമ്മൾ എൻഡോസ്കോപ്പിയുടെ നോക്കുമ്പോൾ ഗ്യാസ്ട്രിക് അൾസർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബയോപ്സി എടുക്കണം. ഒരു 10 ബയോപ്സീസ് എങ്കിലും അവര് പറയുന്നത്. പക്ഷെ ഡിയോഡിനൽ അൾസർ കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാലിഗ്നന്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ, അപ്പൊ അത് നമ്മൾ നോക്കണം. പക്ഷെ ഡിയോഡിനൽ അൾസറിൽ നമ്മൾ ബയോപ്സി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെഡിസിൻ ടെക്സ്റ്റില് ബയോപ്സി എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് ബയോപ്സി എടുക്കണമെന്ന് പറയുന്നുണ്ട്. അറിയത്തില്ല, ഞാൻ പിന്നെ ഒരു വീഡിയോ കണ്ടതിനകത്ത് ബയോപ്സി വേണ്ടാന്നാ പറയുന്നത് ഡിയോഡിനത്തിന്. പിന്നെ നമ്മൾ അൾട്രാസൗണ്ടും കൂടെ ചെയ്യും കേട്ടോ. അൾട്രാസൗണ്ട് വേറെ എന്തെങ്കിലും അബ്ഡോമിനിൽ വേറെ എന്തെങ്കിലും പാത്തോളജി ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ അൾട്രാസൗണ്ടും കൂടെ എടുക്കും. പിന്നെ ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് അൾസർ മാലിഗ്നന്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് മെയിൻ ട്രീറ്റ്മെന്റ് സർജറി ആണ്. പക്ഷെ നമ്മൾ ആദ്യമേ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ സർജറി ചെയ്യുമോ? ഇല്ല. പേഷ്യന്റിന്റെ സിംറ്റം നമ്മൾ ആദ്യമേ മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ മ്യൂക്കോസ ഡാമേജ് ആണ്, അപ്പൊ അവർക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല ആസിഡ് സെക്രീഷൻ കാരണം. അപ്പം നമ്മൾ ആസിഡിന്റെ സെക്രീഷൻ കുറച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രഗ്സ് കൊടുക്കും. അതാണ് H2 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഹിസ്റ്റമിൻ ചെന്ന് അതിനകത്ത് ആക്ട് ചെയ്ത് ഫുഡ് വന്നു കഴിഞ്ഞാൽ ഗ്യാസിനും സ്റ്റൊമാറ്റോസ്റ്റാറ്റിനൊക്കെ റിലീസ് ആക്കിയിട്ട് ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാക്കും. അപ്പം അത് പെറൈറ്റൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ H2 റിസപ്റ്റേഴ്സ് കൊടുക്കും. പിന്നെ മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അതും കൊടുക്കും. പിന്നെ നമ്മൾ സുക്രാൽഫേറ്റ് ഒക്കെ കൊടുക്കും. സുക്രാൽഫേറ്റ് എന്ന് പറയുന്നത് അത് ഇപ്പം ഇത് നമ്മുടെ അൾസർ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, അത് അൾസർ ആണെന്നുണ്ടെങ്കിൽ ഈ സുക്രാൽഫേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഓറലിയാ കൊടുക്കുന്നത്. അപ്പൊ അത് അവിടെ ചെന്ന് പോളിമറൈസ് ചെയ്ത് അൾസറിനെ കവർ ചെയ്തിരിക്കും. അപ്പം ആസിഡിന്റെ ആക്ഷനിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് അങ്ങനെയാണ് സുക്രാൽഫേറ്റ് ആക്ട് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളൊരു സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ് സർജറി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി എഴുതണേ നിങ്ങൾ. പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി വിത്ത് ബിൽറോത്ത് 1 പ്രൊസീജിയറാ ചെയ്യുന്നത് കേട്ടോ. ബിൽറോത്ത് 1. ഹലോ കേക്കുന്നുണ്ട്. പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി വിത്ത് ബിൽറോത്ത് 1. ഈ എന്താണ് പേര് കളയുന്നു. കുറെ ടൈപ്പ് ഉണ്ട്. സബ് ടോട്ടൽ ഉണ്ട്, ടോട്ടൽ ഉണ്ട്, പാർഷ്യൽ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പക്ഷേ പാർഷ്യൽ ആണ്. അപ്പം നമ്മൾ കോമൺ സൈറ്റ് എന്ന് പറയുന്നത് ആൻഡ്രത്തിലല്ലേ, അപ്പം നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്ത്, ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ലെസർ കർവേച്ചർ ആൻഡ്രത്തിന് എടുത്താൽ കൂടുതലാണ്, അപ്പം നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയും. അതാണ് പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി. ഇനി ബിൽറോത്ത് 1 എന്താന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ലെസർ കർവേച്ചറിന്റെ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റൊമക്കിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും, സ്യൂച്ചർ ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഈ ഡിയോഡിനത്തിന് നമ്മളിപ്പോ ഇങ്ങനെ മാറ്റി വെച്ചേക്കുമല്ലേ, ആ ഡിയോഡിനത്തിന് ലെസർ കർവേച്ചറുമായിട്ട് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അല്ല, ഗ്രേറ്റർ കർവേച്ചറുമായിട്ട് അനസ്റ്റമോസ് ചെയ്ത് വെക്കും. അതിനാണ് ബിൽറോത്ത് 1 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്യാസ്ട്രെക്ടമി ചെയ്തിട്ട് ഡിയോഡിനത്തിനെ എടുത്ത് ഗ്രേറ്റർ കർവേച്ചറിന്റെ കൂടെ ചേർത്ത് വെക്കും, അനസ്റ്റമോസ് ചെയ്യും. ബിൽറോത്ത് 1 ഗ്യാസ്ട്രോ ഡിയോഡിനൽ അനസ്റ്റമോസിസ്. ഇനി ബിൽറോത്ത് 2 നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അത് പക്ഷെ ചെയ്യുന്നില്ല, ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് പറയുവാണ്. ബിൽറോത്ത് 2 നമ്മള് അത് മുമ്പിട്ട പോലെ തന്നെ പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി ചെയ്തു. എന്നിട്ട് ഡിയോഡിനത്തിന് നമ്മൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുമല്ലേ, അതിന് ആ എൻഡിന് നമ്മൾ സ്യൂച്ചർ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേപ്ലർ വെച്ച് ക്ലോസ് ചെയ്യും. എന്നിട്ട് ജെജിനോവായിട്ടായിരിക്കും ഇവിടെ അനസ്റ്റമോസിസ് നടത്തുന്നത്. അതാണ് ബിൽറോത്ത് 2. മനസ്സിലായോ? അത് ഫുള്ള് ആ സ്റ്റൊമക്കിനെ ഗ്യാസ്ട്രെക്ടമി ചെയ്ത ഫുൾ ഭാഗമായി നമ്മൾ അനസ്റ്റമോസ് ചെയ്യും.
അതാണ് ബിൽറോത്ത് 2. ഓക്കെ. ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇത് ബിൽറോത്ത് 1, ഇത് ബിൽറോത്ത് 2. എന്താ ഇവിടെ ആയിരുന്നു അൾസർ, അതിനെ മൊത്തം നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് അനസ്റ്റമോസ് ചെയ്യും. ഇവിടെ നമ്മൾ ഡിയോഡിനത്തിനോട് ചേർത്ത് ഇങ്ങനെ അനസ്റ്റമോസ് ചെയ്യും. ഇവിടെ ഡിയോഡിനത്തിനെ നമ്മൾ ക്ലോസ് ചെയ്യും. മനസ്സിലായോ? ഇനി എന്താ നമ്മൾ പറഞ്ഞു ഇനി കാർഡിയാക് റീജിയനിലാണ് ലീഷനെങ്കിൽ അൾസർ ഉണ്ടെങ്കിൽ നമുക്ക് പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി അല്ലെങ്കിൽ സ്റ്റൊമക്കിനെ ഫുൾ എടുത്ത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ കേസിൽ നമ്മൾ ചെയ്യുന്ന എന്താ, എടുത്ത് കളയാൻ പറ്റും, പക്ഷെ ഇവിടെ അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞതിന്റെ വിട്ട് തന്നെ പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി ചെയ്യും, അല്ലെങ്കിൽ സബ് ടോട്ടൽ ഗ്യാസ്ട്രെക്ടമി അവർ ചെയ്തിട്ട് ആ ലെസർ കർവേച്ചറിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മേലോട്ട് പോയിട്ട് ആ അൾസർ എവിടാണോ ഇരിക്കുന്നത് അത്രയും ഭാഗത്തിനെ കളയും. ബാക്കി അവരവിടെ റീറ്റെയിൻ ചെയ്തേക്കും. മനസ്സിലായോ? അപ്പം ഇവിടെയാണ് അൾസർ. അപ്പം അവര് പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി ചെയ്തിട്ട് ഇങ്ങനെ ലെസർ കർവേച്ചറിന്റെ അടുത്തുകൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എവിടാണോ അൾസർ ഉള്ള അത്രയും ഭാഗത്തിനെ എടുത്ത് കളയും. ആ ടെക്നിക്കാണ് പൗച്ചറ്റ്സ് പ്രൊസീജിയർ. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, ബാക്കിയൊന്നും വേണ്ട കേട്ടോ. പൗച്ചറ്റ്സ് ടൈപ്പ് 4 നമ്മൾ ചെയ്യുന്ന കാർഡിയാക് റീജിയനിലാണ് അൾസർ എങ്കിൽ. ഇപ്പം ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്? പാർഷ്യൽ ഗ്യാസ്ട്രെക്ടമി വിത്ത് ബിൽറോത്ത് 1, ഗ്യാസ്ട്രോ ഡിയോഡിനൽ അനസ്റ്റമോസിസ്. കാർഡിയാക് റീജിയനിലാണെന്നുണ്ടെങ്കിൽ പൗച്ചറ്റ്സ് പ്രൊസീജിയർ. മനസ്സിലായോ? അപ്പം നമ്മുടെ ഇത്ര എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ. ഇനി കോംപ്ലിക്കേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം കോംപ്ലിക്കേഷൻസ് പറയുന്നത് ഫസ്റ്റ് വൺ ഗ്യാസ്ട്രിക് അൾസറിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അവർ ഗ്ലാസ് കൺട്രാക്ചർ. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ലെസർ കർവേച്ചറിൽ അൾസർ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിന് അൾസർ നിഷി എന്ന് പറയും. ഈ മ്യൂക്കോസൽ ഫോൾഡ് ഗ്രേറ്റർ കർവേച്ചറിലോട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് അതൊരു നോച്ചും ആവും. കണ്ടോ, ഇതാ നോച്ചു, ഇതാ നിഷി. മനസ്സിലായോ? ഇപ്പം ഈ അൾസർ കുറെ നാളിങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിലൊരു കൺസ്ട്രിക്ഷൻ ഫോം ചെയ്യും, അതായത് കൺട്രാക്ട് ചെയ്യുക അത് രണ്ടും കൂടെ. എന്നിട്ട് ഈ ഗ്യാസ്ട്രിക് ലൂമൻ ഓൾറെഡി നമുക്ക് നോർമലി ഒരു ലൂമൻ അല്ലേ ഉള്ളൂ, ഇപ്പൊ 2 ലൂമൻ ആക്കും വിത്ത് നാരോ കൺസ്ട്രിക്ഷൻ ഇൻ ബിറ്റ്വീൻ. എന്നിട്ട് ഒരു അവർ ഗ്ലാസിനെ പോലെ തോന്നില്ലേ? അതുകൊണ്ടാണ് അവർ ഗ്ലാസ് കൺട്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ടീപോട്ട് ഡിഫോമിറ്റി. ടീപോട്ട് ഡിഫോമിറ്റി എന്താന്ന് വെച്ചാല് ഈ ലെസർ കർവേച്ചറിൽ നമ്മുടെ അൾസർ ഇരിപ്പുണ്ട്. അപ്പം ഈ അൾസർ അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങ് ഷോർട്ടൻഡ് ആവും. ഷോർട്ടൻഡ് ആകുമ്പോഴത്തേക്കും അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഹീൽ ചെയ്യുമ്പോഴോ ഈ ലെസർ കർവേച്ചറിന്റെ ലെങ്ത് കുറഞ്ഞില്ലേ, എന്നിട്ട് അത് ഒരു ഹാൻഡ് ബാഗ് അല്ലെങ്കിൽ ഒരു ടീപോട്ട് പോലെ ആവുമെന്ന് പറയുന്നത്. ഒരു ഹാൻഡ് ബാഗ് പോലെ തോന്നില്ലേ? അതാണ് ടീപോട്ട് ഡിഫോമിറ്റി. പിന്നെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പെർഫോറേഷൻ, ബ്ലീഡിങ്, അഡിനോകാർസിനോമ ഓഫ് സ്റ്റൊമക്. ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് അൾസർ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ബിക്കം മാലിഗ്നന്റ്. അപ്പം അത് അഡിനോകാർസിനോമ ഓഫ് സ്റ്റൊമക് ആവും. പിന്നെ ബ്ലീഡിങ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ അൾസറിന്റെ ബേസിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെസൽസ് ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ ഈ അൾസർ ഇറോഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ബ്രാഞ്ച് ആയിട്ടുള്ള ലെഫ്റ്റ് ഗ്യാസ്ട്രിക് ആർട്ടറിയെ അത് ഇറോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ഇനി പെർഫറേഷൻ എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ അക്യൂട്ട് അൾസർ ക്രോണിക് അൾസർ പറഞ്ഞോ? ഇല്ല. പറയാവേ. പെർഫറേഷൻ അക്യൂട്ട് അൾസർ എന്ന് പറയുന്നത് അൾസർ കൺഫൈൻഡ് ടു ദ മ്യൂക്കോസ. മ്യൂക്കോസയിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മ്യൂക്കോസയിലും സബ് മ്യൂക്കോസയിലും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് അക്യൂട്ട് അൾസർ. ക്രോണിക് അൾസർ എന്ന് പറയുന്നത് മസ്കുലാർ ലെയറിനെ അത് പെർഫറേറ്റ് ചെയ്യുവാണെങ്കിൽ, അവിടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രോണിക് അൾസർ എന്നാണ് പറയുന്നത്. അപ്പം പെർഫറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇതിങ്ങനെ ഇറോഡ് ചെയ്ത് അവസാനം ഗ്യാസ്ട്രിക് വാളിന് ഫുൾ ഒരു ഓട്ട ഉണ്ടാക്കി ഈ ഗ്യാസ്ട്രിക് കണ്ടന്റും അതും എല്ലാം എവിടെ വരും? പെരിറ്റോണിയത്തിനകത്തോട്ട് വരും. അങ്ങനെ പെരിറ്റോണൈറ്റിസ് ഉണ്ടാക്കും. അതാണ് പെർഫറേഷൻ ഉണ്ടാകുക. അങ്ങനെയാണ് പെർഫറേഷൻ. മനസ്സിലായോ? അപ്പൊ മെയിൻ കോംപ്ലിക്കേഷൻ പെർഫറേഷൻ, ബ്ലീഡിങ് ആൻഡ് അഡ്നോകാർസിനോമ ഓഫ് സ്റ്റൊമക്. ഓക്കെ.
ഇനി അടുത്തത് നമ്മുടെ ഡിയോഡിനൽ അൾസർ ആണ്. ഡുവോഡനൽ അൾസർ രാത്രി എടുത്താലോ? അപ്പം എന്ത് പറയുന്നു? ഓക്കെ, കുറെ സ്ലൈഡ് ഇതുണ്ടല്ലേ, 27 41. ഇല്ല ഇതുണ്ട്. പിന്നെ കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇത് ഈ കോംപ്ലിക്കേഷൻ ആണ് മെയിൻലി നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിച്ചേക്കുന്നത്, അല്ലാതെ പെപ്റ്റിക് അൾസർ ഡിയോഡിനൽ അൾസർ ആയിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് പറയാതെ അത് പറയാൻ പറ്റത്തില്ല. എടുക്കണോ? എപ്പോ വേണോ? രാത്രി മതി. ശരി, രാത്രി ഓക്കെ, ബാക്കി രാത്രി എടുക്കാം. താങ്ക് യു. വെൽക്കം.